ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടകത്തിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ കർക്കിടകത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കഷായമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടിക്കഷായമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ അമ്മയൊക്കെ സ്ഥിരമായിട്ട് കർക്കിടകത്തിന് 7 ദിവസമായിട്ട് കഴിക്കുന്ന ഒരു കഷായമാണിത്. ഇത് പ്രസവിച്ച എല്ലാ സ്ത്രീകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കഷായാണേ. ഞാടി ഞരമ്പിനൊക്കെ നല്ല ബലം കിട്ടാനും നല്ലൊരു ശക്തി ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു കഷായാണിത്. എന്നാലും എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് ഇത് കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ നാടിക്കഷായം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ നാടിക്കഷായം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ആയുർവേദ പച്ചമരുന്ന് കടയിൽ നിന്ന് നമ്മുടെ നാടിക്കഷായത്തിൻ്റെ മിക്സ് വാങ്ങിച്ചതാണ്. നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും പേരൊന്നും എഴുതിയിട്ട് വാങ്ങിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് തരം നമുക്കറിയാത്ത മരുന്നുകളുണ്ട്. അപ്പം നമ്മൾ ആയുർവേദ കടകളിൽ പോയിട്ട് നമ്മുടെ നാടിക്കഷായത്തിൻ്റെ മിക്സ് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് തന്നോളും. അപ്പം നമുക്ക് അറിയുന്നത് കുറച്ചിതാ, നമ്മുടെ ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, പിന്നെ നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ അതുണ്ട്, പിന്നെ ഏലക്കായ ഉണ്ട്, പിന്നെ ഉള്ളത് വെളുത്ത കടുകാണുള്ളത്, പിന്നെ അയമോദകമുണ്ട്, വലിയ ജീരകമുണ്ട്, പിന്നെ ധാന്യങ്ങളായിട്ടുള്ള കടല, ചെറുപയർ, ഉഴുന്ന്, ഗോതമ്പ്, മുതിര, അങ്ങനെ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇതിൽ നമുക്ക് പിന്നെ അറിയാത്ത ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പം നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ മിക്സ് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ തന്നോളും. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ട് കഴുകി എടുക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷനൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ണിൻ്റെ കുടുക്ക തന്നെ എടുക്കണം. അതിൽ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. നമ്മൾ ഈ കഷായം ഉണ്ടാക്കാൻ മാത്രമായിട്ട് എടുത്ത് വെക്കണം ആ കുടുക്ക. അപ്പം നമുക്കിത് കുടുക്കയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ കുടുക്കയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു മണ്ണിൻ്റെ കുടുക്ക എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 4 ലിറ്റർ വെള്ളത്തിലാണ് ഇത് വേവിക്കേണ്ടത്. 4 ലിറ്റർ വെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇപ്പം ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ലെവലിലാണ് 1 ലിറ്റർ കൊള്ളുന്നത്. അപ്പം നമ്മൾ 4 ലിറ്റർ വെള്ളമാണല്ലോ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പം 4 ലിറ്റർ വെള്ളം നമ്മൾ 1 ലിറ്ററായിട്ട് കുറുക്കിയെടുക്കണം. അപ്പം 4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇത്രയും കുറുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് 4 ലിറ്റർ വെള്ളം, ഇനി 3 ലിറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗ്യാസ് ചിലവാകും. അതുകൊണ്ട് നമുക്കിത് ഭയങ്കര സ്ലോ ആയിട്ടുള്ള കുക്കിംഗ് ആണ്. നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. 4 ലിറ്റർ 1 ലിറ്റർ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിറകടുപ്പ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് നമ്മുടെ വിറക് വെച്ചിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കണം. ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ 4 ലിറ്റർ 1 ലിറ്റർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നാടിക്കഷായം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ആ ലെവൽ കാണിച്ചത് 1 ലിറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ 4 ലിറ്റർ വെള്ളം എടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി ഒരു സ്പൂണോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പാടില്ല. സ്പൂണോ അങ്ങനത്തെ കാര്യങ്ങളിട്ട് നമ്മുടെ ഇത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കിത് കഴിക്കേണ്ട ദിവസം എത്രയാണെന്ന് വെച്ചാൽ 7 ദിവസമാണ് ഇത് കഴിക്കേണ്ടത്. അപ്പം 7 ദിവസം 2 നേരം വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഈ ഒരു സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാടിക്കഷായം ഉണ്ടാക്കാൻ എടുത്ത സമയം എത്രയാണെന്നറിയോ? 4 മണിക്കൂറാണ്. ഇത് നമ്മുടെ പ്രസവിച്ച സ്ത്രീകൾക്ക് ഞാടിയും ഞരമ്പിനൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് ആണിത് കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർഷത്തിലൊരിക്കലാണ് നമ്മളിത് കുടിക്കാറുള്ളൂ. അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കുടിക്കണം. എന്നാലേ നമുക്ക് നല്ലൊരു ശക്തിയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ ശരീരത്തിന്. അതുപോലെ തന്നെ ഇത് കുടിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് കർക്കിടക മാസം. ഇതെൻ്റെ അമ്മ എല്ലാ വർഷവും കഴിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് എപ്പോഴും കഴിക്കാൻ എടുക്കുമ്പോൾ ഇതിപ്പം ചെറിയ ചൂടുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ ഇറക്കി വെച്ചതാണിത്. അപ്പം നമ്മളിത് എപ്പോഴും 2 നേരം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം 2 നേരം കഴിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പതപ്പിച്ചിട്ടൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം.
ഇതാ ഇപ്പം രാവിലെ 6 മണിയാണ്. അമ്മ കുടിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഞാനിത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞതാ. ഗ്ലാസിൻ്റെ ഈ ഒരു അളവിലാണ് കുടിക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് ധന്വന്തരം ഗുളികയാണ്. ഇത് ധന്വന്തരം ഗുളികയാണ് കേട്ടോ. ഇത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അവർ തന്നോളും. ഇതെങ്ങനെ മൊത്തം 14 ഗുളികയാണ് നമുക്ക് തരുന്നത് കേട്ടോ. നമുക്ക് ഗുളിക അതിൻ്റെ അകത്തിട്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് പൊതിർന്ന് ഇളകി വരണം കേട്ടോ. എന്നിട്ട് അമ്മ ഇത് കുടിക്കും. പിന്നെ ഇതിന് ചെറിയൊരു കയ്പുണ്ടാവും കേട്ടോ. എന്നാലും എല്ലാവരും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രസവിച്ച എല്ലാ സ്ത്രീകളും നമ്മുടെ കർക്കിടകത്തിന് 7 ദിവസമായിട്ട് 2 നേരം വെച്ച് ഈ നാടിക്കഷായം ഉണ്ടായി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ചെറിയൊരു കഴിപ്പുണ്ടാവും, എന്നാലും എല്ലാവരും കഴിക്കുക കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.